അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ളത് വട്ടവടയിലാണ്. വട്ടവടയിൽ സ്ട്രോബെറി തോട്ടം കാണാൻ വന്നിരിക്കുകയാണ്. സ്ട്രോബെറി തോട്ടം അങ്ങ് ദൂരമായിട്ട് നമുക്ക് സ്ട്രോബെറി തോട്ടം കാണാം. നമുക്കൊന്ന് കയറി നോക്കാം. നമ്മൾ ഈ കാണുന്നതാണ് സ്ട്രോബെറി ഫാമാണ്. സ്ട്രോബെറിയൊക്കെ കാണാം. ഇവിടെ ആയി വരുന്ന സ്ട്രോബെറികളൊക്കെയാണിത്. എവിടെയാണ് ഇതൊക്കെ അത്യാവശ്യം വിളഞ്ഞു വരുന്ന സ്ട്രോബെറിയാണ്. പഴുത്തതായി വരുന്നതാണ്. പഴുക്കായി വരുന്ന അത് സൂര്യാന്തിയാണ് ചേട്ടാ. സൂര്യാന്തി. അത് സ്ട്രോബെറി തോട്ടത്തിൽ തന്നെ ഒരു സൂര്യാന്തി ഒക്കെ കാണാം. എങ്ങനെയുണ്ടോ വിളിച്ച സ്ട്രോബെറി കഴിച്ചിട്ട്? അടിപൊളി, നല്ല സൂപ്പർ മധുരം. മധുരമുണ്ടോ അതോ പുളിയാണോ? നല്ല മധുരം. ആണോ? പിന്നെ ഞാനും ഒരു സ്ട്രോബെറി കഴിക്കട്ടെ. അത് ചോട്ടി മാത്രം ഒഴിച്ചു. കായല് പ്രശ്നമില്ല, വെറുതെ കഴിക്കുന്നുണ്ട്. പുഴുണ്ടെങ്കിൽ അതിനത് മാറ്റി വെച്ചാൽ വേറെ കേടുണ്ട്. അതിനൊരു ചെറിയ ചീക്കച്ചോറിയുണ്ട്. വേറെ നല്ല നോക്കി പറഞ്ഞു. പുഴുണ്ട്. അതെനിക്ക് അതിന് കറക്റ്റ് ആ ഒരു ടേസ്റ്റ് കിട്ടിയില്ല. അത് ഇങ്ങനത്തെ പഴമാണ് ഇതിൻ്റെ ടേസ്റ്റ്. കറക്റ്റ് പുളിപ്പും ഇതും കാണുന്നു. നീ കഴിക്കുന്നില്ല സ്ട്രോബെറി കഴിക്കുന്നു? ഞാൻ കഴിക്കും. ഇത് എത്രയാണ്? 150. ഇനിയും കൂടി കുറച്ചും കൂടി പറിക്കണം അല്ലേ? ഇത് ബോക്സ് ഫുൾ ആക്കിട്ടോ. രണ്ട് ബോക്സ് രണ്ടാണോ? രണ്ട് ബോക്സ് പോകും അല്ലേ? 2 ബോക്സ് പറിച്ചിട്ടോ. 200 ബോക്സ്. സ്ട്രോബെറി ജാം. ജാമിന് 150 അല്ലേ? ജാമിന് 100. വൈൻ എത്രയാണ്? വൈന് 150. വൈന് 200. കൂടുതൽ ലാഭം ഇതിനകത്ത് എങ്ങനെയെങ്കിലും ഒരു ജാമിനകത്ത് 20 രൂപ 10 രൂപ. തൈക്ക്